നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വസ്തു തലേന്നൊഴിപ്പിക്കുക എന്നൊക്കെ. അത്തരം ഒഴിപ്പിക്കുന്ന വസ്തു വാങ്ങിയാൽ പണിയും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ പണി കിട്ടുന്നത്? ഈ ഭൂമി എന്ന് പറയുന്നത്, അതായത് ചിലർ പറയും ഒരു തുണ്ട് ഭൂമി, കയറിക്കിടക്കാൻ ഒരിടം, തല ചായ്ക്കാൻ ഒരിടം എന്നൊക്കെ. എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ച് എന്തെങ്കിലും ഒരു നിയമവും പൊക്കിപ്പിടിച്ച് ഒരു പേപ്പർ അങ്ങോട്ട് കോടതിയിൽ കൊടുത്താൽ ഉടനെ കോടതി അതങ്ങ് വാങ്ങിവെക്കും. എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരൊറ്റ ചോദ്യം. വില കൊടുത്ത് വാങ്ങി എത്ര നാൾ വേണേലും വെറുതെ ഇട്ടാലും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം അതെന്താ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഭൂമി അല്ലേ? ഇനി ഈ ഭൂമി എന്ന് പറയുന്നത്, അതായത് ചിലർ പറയും ഒരു തുണ്ട് ഭൂമി, കയറിക്കിടക്കാൻ ഒരിടം, തല ചായ്ക്കാൻ ഒരു സ്ഥലം എന്നൊക്കെ. അതായത് ചിലർക്ക് ഒരു കൊച്ചു വീട് പണിതിട്ട് കുടുംബവുമൊത്ത് സ്വസ്ഥമായി മനസമാധാനത്തോടു കൂടി അതിൽ താമസിക്കുക, അതായിരിക്കും ജീവിതത്തിലെ ലക്ഷ്യം തന്നെ. അങ്ങനെയായിരിക്കുമല്ലോ ഈ സ്വപ്നഭവനം, സ്വപ്നക്കൂട് എന്നൊക്കെയുള്ള പദങ്ങൾ തന്നെ ഉണ്ടായത്. വേറെയും എന്തെങ്കിലും പദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ. ഇനി വേറെ ചിലർക്ക് ഭൂമി എന്നത് വരുമാന മാർഗമായിരിക്കും. ചിലര് കൃഷി ഇറക്കും, വേറെ ചിലര് കെട്ടിടം പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കും. അത് വീടാകാം, കമേഴ്സ്യൽ കെട്ടിടങ്ങളാകാം, അങ്ങനെ പല രീതികൾ. വേറെ ചിലരോ, അതായത് നമുക്ക് തന്നെ പലപ്പോഴും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ കാണാൻ പറ്റും. അതിൽ ചിലത് കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും, ചിലത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉണ്ടാവും. അത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഏതോ വേദനിക്കുന്ന കോടീശ്വരന്റെ പറമ്പാണെന്ന്. അതായത് അത്തരം പറമ്പുകൾ പലരും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് വാങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാമതൊരു കൂട്ടർ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് പറമ്പുകൾ വാങ്ങുന്നത്. ഇനി നാലാമത്തെ കൂട്ടരാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻകം എന്ന രീതിയിലും അതിനെ പ്രയോജനപ്പെടുത്തും. എന്തൊക്കെയായാലും സ്ഥലം, ഭൂമി, കെട്ടിടം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിഷയം. കാരണം ഇത് പലപ്പോഴും അനുഗ്രഹമായിട്ടും മാറാറുണ്ട്, തലവേദനയായിട്ടും മാറാറുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വസ്തു തലേന്നൊഴിപ്പിക്കുക എന്നൊക്കെ. അത്തരം ഒഴിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങിയാൽ പണിയും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ പണി കിട്ടുന്നത്? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വാസ്തു പ്രശ്നം, നാഗദോഷം, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. എന്നാൽ ഇതൊക്കെ ചിന്ന മാറ്റേഴ്സ്, അതൊക്കെ പരിഹാരം ചെയ്താൽ മാറും. അതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ്. യെസ്, ലീഗൽ ഇഷ്യൂസ്, അതായത് നിയമക്കുരുക്കുകൾ. ഇത് മാത്രം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് എപ്പോഴാ വരുന്നതെന്ന് പറയാനേ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരാൾ നമ്മുടെ അയൽവാസിയായിരിക്കാം, പൊതുജനത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ഒരാളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളായിരിക്കാം. എന്തെങ്കിലും ഒരാക്ഷേപം ഉന്നയിച്ച് എന്തെങ്കിലും ഒരു നിയമവും പൊക്കിപ്പിടിച്ച് ഒരു പേപ്പർ അങ്ങോട്ട് കോടതിയിൽ കൊടുത്താൽ ഉടനെ കോടതി അതങ്ങ് വാങ്ങിവെക്കും. എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ. ഞാൻ കോടതിയെ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിലോ ഭൂമിയുടെ ഉടമസ്ഥൻ കയ്യിലെ കാശും ചിലവാക്കി പണിയും കളഞ്ഞ് ഇറങ്ങിത്തിരിക്കണം. ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് മിനിമം ഒരു 15 കൊല്ലം പോയി കിട്ടും. അതായത് സുപ്രീം കോടതി വരെ പോകണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ പോകും. അതിനിടയ്ക്ക് അയാളുടെ മകന്റെ വിദേശത്ത് പോക്ക് മുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ അയാളുടെ മക്കളുടെ പഠിപ്പ് മുടങ്ങിയിട്ടുണ്ടാവും, അതുമല്ലെങ്കിൽ ചിലപ്പോൾ മകളുടെ വിവാഹം മുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാണെങ്കിൽ പുതിയ ഒരു കോടാലി കൂടി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുനമ്പങ്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഒരു വസ്തു വാങ്ങുക, വിൽക്കുക, അതിൽ കെട്ടിടം പണിയുക, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ വസ്തു സംബന്ധമായിട്ടുള്ള മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇടനിലക്കാരുടെയും മാഫിയകളുടെയും ഇടപെടൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോകൾ തുടർന്നും കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ ബൈ.